ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഫിഷ് ദം ബിരിയാണിയാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇവിടെ ഞാൻ 7 പീസ് നെയ്മീനാണ് എടുത്തിരിക്കുന്നത്. ആദ്യം ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി അതിലേക്ക് 1 നാരങ്ങയുടെ നീരാണ് അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് മീനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. മീൻ ഇനി ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ബിരിയാണിക്ക് വേണ്ട റൈസ് റെഡിയാക്കാം. അതിനുവേണ്ടി 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് 2 പീസ് കറുകപ്പട്ട, 3 കരയാമ്പൂ, 2 ഏലക്കായ ഇട്ട് കൊടുക്കാം. 3 കപ്പ് ജീരകശാല റൈസാണ് എടുത്തിരിക്കുന്നത്, അതിട്ട് കൊടുക്കാം. എന്നിട്ട് അരി ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം. ഇനി ഇതിലേക്കൊരു 6 കപ്പ് തിളച്ച ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇവിടെ ഞാൻ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. 1 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നേരത്തെ മാരിനേറ്റ് ചെയ്ത ഫിഷ് ഇതിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇടയിൽ റൈസ് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. ഇതിൽ കുറച്ചുകൂടി വെള്ളം വറ്റാനുണ്ട്. ഒന്ന് അടച്ചു വെക്കാം. ഫിഷിൻ്റെ ഒരു സൈഡൊന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. റൈസിലെ വെള്ളമൊക്കെ ഇപ്പോൾ ശരിക്കും വറ്റി നല്ല വിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഫിഷും അതേപോലെ 2 സൈഡും മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതും ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഫിഷ് പൊരിച്ച ഓയിലിൽ തന്നെയാണ് മസാല ഉണ്ടാക്കുന്നത്. ഇനി ഈ ഓയിലിലേക്ക് ഒരു 2 വലിയ സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കിയിട്ട് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഇഞ്ചി അരച്ചത് ചേർത്ത് കൊടുക്കുക. അതേപോലെ ഒരു 8 അല്ലി വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് അതോട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള ഇപ്പം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി. ഇവിടെ പച്ചമുളക് ചേർത്തിട്ടില്ല, അത് ചേർക്കണം എന്നുള്ളവർക്ക് ഒരു 2 പച്ചമുളകും ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് അതോട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഫ്രൈ ചെയ്ത ഫിഷ് ഈ ഗ്രേവിയിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഫിഷൊക്കെ ഗ്രേവി വെച്ച് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇനി ഒരു 2-3 മിനിറ്റ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് അടച്ചു വെക്കുക. ഫിഷ് മസാല ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്.
ഇനി ദമ്മിടാം. അതിന് മുമ്പായിട്ട് കുറച്ച് ചോറ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ചോറിൻ്റെ മുകളിലായിട്ട് ഒരു ടീസ്പൂൺ നെയ്യ് വിതറാം. ഇനി അതിലേക്ക് ഫിഷ് മസാല വെച്ച് കൊടുക്കാം. ഇനി മസാലയുടെ മുകളിലായിട്ട് നേരത്തെ മാറ്റി വെച്ച ചോറും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു പിഞ്ച് ഗരം മസാല തൂക്കി കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് പുതിനയിലയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി പൊരിച്ചു കോരിയ സവാളയും കശുവണ്ടിയും കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം. 2 പച്ചമുളകും കൂടി വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് എയർ ടൈറ്റ് ആയിട്ടൊന്ന് അടച്ചു വെക്കണം. അതിനുവേണ്ടി ഞാനിവിടെ അലുമിനിയം ഫോയിൽ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ട് ഇത് അടച്ചതിന് ശേഷം 20 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ വെക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതൊന്ന് തുറന്നു നോക്കാം. ഫിഷ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതിനി വിളമ്പാം. ഫിഷ് പൊട്ടിപ്പോവാതെ വിളമ്പാൻ ശ്രദ്ധിക്കണം. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.